ഹായ് ഗേയ്സ്, എല്ലാവരും ഹാപ്പിയല്ലേ? ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് വ്യൂസ് കിട്ടിയിരുന്നു, ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ മാതാവിനെയാണ് കേട്ടോ, മറിയം. അപ്പോൾ ഇത് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു മാതാവിനെ. എൻ്റെ അടുത്ത് കുഞ്ഞു മാതാവിൻ്റെ രൂപമുണ്ട്, അത് ഞാൻ എപ്പോഴും സൂക്ഷിച്ച് വെക്കും. ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും ആ മാതാവിൻ്റെ രൂപം വെച്ചിട്ടാണ് ഞാൻ പോകാറുള്ളത്. അപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നി അത് തന്നെ ഉണ്ടാക്കിയാലോ എന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടി അതിനേക്കാളും വലിപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിങ്ങിൽ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫോണ്ടൻറ്റിലെ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം യെല്ലോ കളറാണ് കേട്ടോ വൈറ്റ് ഫോണ്ടൻറ്റിൽ ആഡ് ചെയ്തത്. അപ്പോഴാണ് ഈ ഒരു ക്രീം കളർ കിട്ടണേ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് യെല്ലോ കളറൊന്നും ആഡ് ചെയ്യരുത്. പിന്നെ എന്താ പറയുക, നമ്മൾ ഫുഡ് കളറൊക്കെ ചേർക്കുമ്പോൾ വളരെ നമ്മൾ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ ചേർത്താലേ പെർഫെക്റ്റായിട്ട് കളർ കിട്ടുള്ളേ. അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, ഫോണ്ടൻറ്റിൽ എപ്പോഴും എഡിബിൾ ഗ്ലോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എൻ്റെ അടുത്ത് ഉണ്ടായില്ല, അപ്പോൾ ഞാൻ വെറും വെള്ളത്തോണ്ടാണ് ഞാൻ ഒട്ടിച്ചത്. നിങ്ങൾ എഡിബിൾ ഗ്ലോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. പിന്നെ ഫൈനലായിട്ട് നമ്മൾ അതിന് ബ്ലൂ കളറിൽ നമ്മൾ മാതാവിൻ്റെ ഷാളിൻ്റെ കളർ ബ്ലൂ ആണല്ലോ, അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ബ്ലൂ കളറ് ഫോണ്ടൻ്റ് തന്നെയാണ് ആഡ് ചെയ്തത്. നമ്മളല്ലാണ്ട് ഫോണ്ടൻറ്റിൽ ബ്ലൂ കളർ ചേർത്തിട്ട് ഫോണ്ടൻറ്റിൽ ചെയ്തില്ല. നമ്മൾ ഡയറക്റ്റ് കടയിൽ നിന്ന് ബ്ലൂ കളറിലുള്ള ഫോണ്ടൻറ്റ് ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ വെച്ചേക്കണത്. പിന്നെ എന്താ പറയുക, ഞാനിപ്പോഴും പറയുന്നുണ്ട് ആരെങ്കിലും കമൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആരും കമൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ തോന്നുന്നില്ലാത്തതുകൊണ്ടാണോ കമൻറ്റ് ചെയ്യാത്തത്? കുഴപ്പമൊന്നുമില്ല, ലൈക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറേ പേര് വന്നിട്ട് പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് ചേച്ചി, നല്ല രസമുണ്ട് കാണാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ വീഡിയോയിലും ഞാൻ ഓരോ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ നല്ല ഒരു എന്താ പറയുക, ഒരു ഹെവി ടാസ്ക് ആയിട്ട് തന്നെ കണക്കാക്കിയിട്ട് തന്നെ ഞാൻ ചെയ്യാമെന്നാണ് പ്ലാനിങ് ഉള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഷാളൊക്കെ, മാതാവിൻ്റെ ഷാളൊക്കെ എന്താ പറയുക ബ്ലൂ കളറ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, കുറച്ചും കൂടി എനിക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ എടുത്തു. കാരണം നമ്മൾ ചെറുതാണെങ്കിലും കുറച്ച് ടാസ്ക്കായിരുന്നു, ഹെവി ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ ഒരു മണിക്കൂർ മാക്സിമം എടുത്തിട്ടുണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കേക്കിലൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസോ എന്തെങ്കിലും ഫിഗുറിൻസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതാണ് കേട്ടോ ഫൈനലൊക്കെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ബൈ.